കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ വർധനവിനും നമ്മെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് കർത്താവിൻ്റെ വചനം എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആരോഗ്യം വരുത്തുന്നു, രോഗശാന്തി വരുത്തുന്നു, സമാധാനം നൽകുന്നു, സന്തോഷം നൽകുന്നു. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളിലൊക്കെ അങ്ങനെ ദൈവവചനം ഓരോ വ്യക്തികളിൽ വരുത്തിയ മാറ്റങ്ങളും അവർക്ക് ദൈവവചനം രോഗസൗഖ്യം കൊടുത്തതും സമാധാനം കൊടുത്തതും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിയാത്തവരുണ്ടെങ്കിൽ ജോയ്സ് ടി വിയിൽ കടന്നു വന്ന് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കാം. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഇനി ചിന്തിക്കാൻ പോകുന്ന ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കും ദൈവത്തിൻ്റെ വചനപ്രകാരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവമക്കളല്ലാത്തവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ലോകത്തിലുള്ള കൂടുതൽ മനുഷ്യരും പ്രാർത്ഥിക്കുന്നവരാണ്. ജീവനുള്ളവർ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയിൽ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ചുമ്മാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. ഒന്നാമതായിട്ട് നാം ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ജീവിക്കുന്നവനായ ദൈവത്തോട് നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുവാനിടയായിത്തീരും. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യജാതനായ ദൈവമാണ്. ആ യേശു ക്രിസ്തുവിനോട് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ നാം എങ്ങനെ എപ്രകാരം നമ്മളായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. 5 വിധ കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ 5 വിധ കാര്യങ്ങൾ. ഒന്നാമത്തേതായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, സ്തോത്രവും സ്തുതിയും എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ 2 കൊമ്പുകൾ പോലെ തന്നെയാണ്. അത് ഒരേപോലെ ഇരിക്കുന്നൊരു കാര്യമാണ് സ്തോത്രവും സ്തുതിയും. പലപ്പോഴും നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥകളാണ്. എന്നാൽ സ്തോത്രമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ ഉപകാരങ്ങൾക്ക് നാം നന്ദി കരയേറ്റുന്നതിൻ്റെ പേരാണ് സ്തോത്രമെന്ന് പറയുന്നത്. നാം ദൈവത്തോട് നന്ദി കരയേറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിക്കാൻ ആഹാരം, കിടക്കാനുള്ള പാർപ്പിടങ്ങൾ, നമ്മൾ ചോദിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ളത്. അതിലുപരിയായി കർത്താവ് നമ്മെ രക്ഷിച്ചതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവം ദാനം തന്ന ഉപകാരമെന്ന് പറയുന്നത് ആ മനുഷ്യനെ പാപത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഈ ഒരു ദൈവത്തിൻ്റെ പൈതലായി തീരുന്നതാണ് ഏറ്റവും വലിയതായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിന് നാം ദൈവത്തോട് നന്ദി കരയേറ്റുകയാണ് സ്തോത്രം എന്ന് പറയുന്നത്. സ്തുതി എന്ന് പറയുന്നതിനകത്ത് കർത്താവ് ആരാണെന്ന് നാം മനസ്സിലാക്കണം. വലിയവനായ ദൈവം, നല്ലവനായ ദൈവം, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, അങ്ങനെ അത്ഭുത മന്ത്രിയാകുന്ന കർത്താവ്. അങ്ങനെ ഈ കർത്താവിൻ്റെ ആയ ആ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ട് നാം ദൈവത്തിന് അർപ്പിക്കുന്നതാണ്. ദൈവത്തിന് നാം സ്തുതികൾ അർപ്പിക്കുകയാണ്. അതാണ് സ്തുതി എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവിനെ നാം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് പൂർണ്ണമായൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും നമ്മളുടെ ആ അറിവിൽ വെച്ച് നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളത്, ഇവൻ മഹിമയുള്ള ദൈവമാണ്, അത് ജീവനുള്ള ദൈവമാണ്, സർവശക്തനാണ്, അതൊന്ന് മനസ്സിലാക്കി നാം നമ്മുടെ കർത്താവിനും സ്തുതികൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സ്തുതികളും സ്തോത്രങ്ങളും വാസ്തവമായിട്ടുണ്ടാകണം. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ
ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാനാണ്. ദൈവത്തോട് നാം അർപ്പിക്കണം. നാം അതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം നാം പഠിച്ചാൽ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായി കഴിയും. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം വായിക്കുമ്പോൾ, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. അതാണ് സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക. നമ്മുടെ ആവശ്യം ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിച്ച്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം ദാനിയേൽ ആരായിരുന്നുവെന്ന്. ദാനിയേൽ എന്ന് പറയുന്നത് ആ സമയത്തെ കൽദയ രാജാവിൻ്റെ ഒരു പ്രധാന ശ്രേഷ്ഠ ആൾക്കാരിൽ ഒരു വ്യക്തിയായിരുന്നു. പ്രധാനികളിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ആ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ പ്രത്യേകമാകുന്ന ഒരു പ്രതിസന്ധി കടന്നു വന്നത് അത് ദാനിയേലിനെ കുടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അവൻ്റെ ജീവിത കാര്യങ്ങളിലും ഒന്നും ഒരു കുറ്റവും കുറവും കൂടെയുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ദാനിയേൽ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വലിയ ഒരു പ്രധാനമന്ത്രി പോലെ അല്ലെങ്കിൽ അതേപോലെ ഒരു മിനിസ്റ്റർ പോലുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കുറ്റം പറഞ്ഞ് അവനെ കുടുക്കുവാനുള്ള ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ തകർക്കുന്നതിന് വേണ്ടി അവൻ്റെ എതിരാളികൾ കണ്ടുപിടിച്ചൊരു കാര്യമെന്ന് പറയുന്നത് അവൻ 3 നേരം ദിവസം ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിൽ മാത്രമേ അവന് കുറ്റം പറയാനുള്ളൂ. അപ്പം അവൻ്റെ കൂടുണ്ടായിരുന്ന ആളുകൾ രാജാവിനോട് ചെന്ന് പറഞ്ഞു, രാജാവേ, നീ ഒരു കൽപ്പന പുറപ്പെടുവിക്കണം. അടുത്ത് വരുന്ന 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഒരു ദൈവത്തോട് ഒന്നും ഒരു മനുഷ്യനും ഈ രാജ്യത്തുള്ള ആരും പ്രാർത്ഥിക്കരുതെന്നൊരു കൽപ്പന പുറപ്പെടുവിക്കണം. രാജാവ് അത് കേട്ട് അങ്ങനെ ഒരു കൽപ്പന എഴുതി പുറപ്പെടുവിച്ചു. എന്നാൽ ദാനിയേൽ ആ കൽപ്പനയെ മറികടന്നുകൊണ്ട് ദൈവസന്നിധി താൻ നേരത്തെ ചെയ്തു വരുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചു. 3 നേരം ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവനുള്ള ദൈവത്തോട്, യഹോവയായ ദൈവത്തോട്, കർത്താവായ ദൈവത്തോട് ദാനിയേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥന, മനുഷ്യൻ്റെ പ്രാർത്ഥനയെ തകർക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ എതിരാളികൾ പ്ലാനിട്ടത്. എന്നാൽ ദാനിയേൽ അതിലൊന്നും ഭയപ്പെട്ടില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. എന്നാൽ ഭയപ്പെടാതെ ദാനിയേൽ പ്രാർത്ഥിച്ചു. അങ്ങനെ രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നാണ് രാജകൽപ്പന എന്ന് പറയുന്നത്. നമുക്കറിയാം രാജകൽപ്പന എന്ന് പറയുന്നത് മാറ്റിക്കൂടാത്ത കൽപ്പനയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടും ദാനിയേൽ ഭയപ്പെടാതെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടാതിരുന്നിട്ടില്ല. അതിനൊരു മറുപടി ദൈവം അന്നേരം കൊടുത്തില്ല. സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയേലിനെ കൊണ്ടിട്ടു. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. കാരണം രാജാവിനോട് പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട്, രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദാനിയേൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. എന്നാൽ വലിയവനായ ദൈവം അവിടെ ഇറങ്ങി ദാനിയേലിനെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. സിംഹങ്ങളൊന്നും ദാനിയേലിന് ഒരു ദോഷവും ചെയ്തില്ല. ദാനിയേൽ സിംഹക്കൂട്ടിൽ ഒരു രാത്രി മുഴുവനും വളരെ സ്വസ്ഥതയോടെ ആയിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. ഇത്രയും വലിയ പ്രതിസന്ധിയൊന്നും ഒരു പക്ഷേ നമുക്ക് കടന്നു ഉണ്ടായിട്ടില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ പ്രതിസന്ധികളിൽ നാം മറികടന്നു പോകാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമാകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ദാനിയേൽ ഇവിടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട്, സ്തുതിയോടെ ദൈവത്തോട് അറിയിക്കണം. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിനെ ദൈവം ആ സിംഹക്കൂട്ടിൽ നിന്ന് വിടുവിച്ചു. ദാനിയേലിൻ്റെ ശത്രുക്കളെല്ലാം തകർന്നു പോകുവാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ശത്രു നമുക്കെതിരായി ഉണ്ടാക്കുന്ന എല്ലാവിധമാകുന്ന രേഖകളും എല്ലാവിധമാകുന്ന കോട്ടകളെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ജയിപ്പാൻ കഴിയുന്ന വിശ്വസ്തയോടെ
ദൈവവചനപ്രകാരം പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം സ്തോത്രം ചെയ്തും സ്തുതികൾ കരയറ്റിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, നാം താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. താഴ്മ എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്. ഒരു ദൈവ പൈതലിന് താഴ്മ ഉണ്ടായിരിക്കണം. താഴ്മയെന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുമോ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരൊന്നുമല്ല താഴ്മയെന്ന് പറയുന്നത്. നാം ഒരു വിനയം, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. നിഗളം, അഹങ്കാരം, ഉന്നത ഭാവം ഇതൊന്നുമില്ലാതെ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ് താഴ്മ കൊണ്ട് ദൈവം യേശു കർത്താവ് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു താഴ്മ എന്നുള്ളത്. അപ്പോൾ യേശു കർത്താവിൻ്റെ മക്കളാകുന്ന നമ്മൾ താഴ്മ ധരിക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും മനുഷ്യരിൽ കാണാൻ കഴിയാത്തതായ ഒരു സ്വഭാവമാണ് താഴ്മ എന്നുള്ളത്. എൻ്റെ പ്രിയ ദൈവമക്കളെയും, നമ്മുടെ ആരുടെയെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ താഴ്മയുടെ ഒരു സ്വഭാവം ഇല്ല എങ്കിൽ നമ്മളറിയാതെ ഉന്നത ഭാവങ്ങൾ, നികള ഹൃദയങ്ങൾ, അഹങ്കാരങ്ങളൊക്കെ ഉരുത്തിരിയുകയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരു താഴ്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു താഴ്മ നൽകിത്തരണം. പിന്നെ വേണം നാം ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനും. നമുക്കറിയാം വേദപുസ്തകത്തിൽ ഒത്തിരി അതിന് ഉദാഹരണങ്ങൾ പലതുണ്ട്. ദൈവവചനമാണല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ദൈവവചനത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുന്നുണ്ട് ചുങ്കക്കാരനും ഒരു പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് നോക്കുമ്പോൾ അത് കാണാം. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ ചെയ്യുന്നു. ഒന്ന് ചുങ്കക്കാരൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മനുഷ്യർ വെറുക്കുന്ന, ഒരു വിലയും കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ചുങ്കക്കാരെന്ന് പറയുന്ന ആൾക്കാർ. അപ്പം ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഈ പരീശൻ എന്ന് പറയുന്നത് അവൻ നല്ല ഹൈ ലെവലിൽ മതപരമായ കാര്യങ്ങളിലെല്ലാം വലിയ ആളാണെന്നുള്ള ഒരു ചിന്തയിലുള്ള ഒരു മനുഷ്യനാണ് ഈ പരീശരെന്ന് പറയുന്നത്. അവർക്ക് ദൈവവചനം അറിയാം, ഞങ്ങൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ളതായ ഒരു അങ്ങനെയുള്ള അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ സ്വയം അവരിലൊരു അഹങ്കാരം ഉളവാക്കിക്കൊണ്ട് അവരങ്ങനെ ഉള്ള ആൾക്കാരാണ് പരീശരെന്ന് പറയുന്നത്. എന്നാൽ ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് യാതൊരു മാന്യതയുമില്ലാത്ത അങ്ങനത്തെ ഒരു അവഗണിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പരീശൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ദൈവവചനം പോലെ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് അവന് തന്നെത്താൻ ഇങ്ങനെ പുകഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. നീതി കെട്ടവനൊന്നുമല്ല ഞാൻ, പിടിച്ചു പറിക്കാരനല്ല ഞാൻ വ്യഭിചാരിയല്ല. പിന്നെ അടുത്തു നിൽക്കുന്ന മനുഷ്യനെ നോക്കി പറഞ്ഞു, ഈ ചുങ്കക്കാരനെ പോലെ ഞാനല്ല. ഇവൻ പരീശൻ്റെ കണ്ണിൽ ഈ ചുങ്കക്കാരൻ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനാണ്, ഞാൻ നല്ല പെർഫെക്റ്റായ ഒരു മനുഷ്യനാണെന്ന് പരീശൻ മതഭക്തിയിൽ അവൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അവന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് കരഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്നാൽ ദൈവം ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ദൈവം അവിടെ കേട്ടുവെന്ന് നമുക്ക് വിശുദ്ധ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് പറഞ്ഞതായ ഒരു കാര്യമാണ് തന്നെത്താൻ ഉയർത്തുക. അങ്ങനെ തന്നെത്താൻ ഉയർത്തിക്കൊണ്ട് താഴ്മയില്ലാതെ നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഈ നികളവൊന്നും ഉന്നത ഭാവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അത് പിന്നെ കുറച്ച് ഒത്തിരി ആയി കഴിയുമ്പോൾ വെളിയിലോട്ടും കടന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പലപ്പോഴും ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്,
മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഞാൻ നല്ലവനാണെന്നുള്ളൊരു തോന്നൽ, ഞാനത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നമ്മൾ ദൈവമക്കളിലും കടന്നു വരാറുണ്ട്. ഇവർ ബന്ധക്കോസുകാർ അല്ലെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തികളിലൊക്കെ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. ഞാൻ അവരുടെ കൂട്ടല്ല എന്നുള്ള ചിന്ത. എന്നാൽ അങ്ങനല്ല. ദൈവമക്കളെ, അങ്ങനെയുള്ള ചിന്ത നമ്മളിൽ കടന്നു വരുമ്പോൾ ആ ചിന്തയെ നമ്മൾ എന്തോ ചെയ്യണം? വാസ്തവമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവ് എന്നിലുള്ള അങ്ങനെയുള്ള നിഗളങ്ങളെ ദൈവം അവിടുന്ന് മാറ്റി താഴ്മയുടെ ആ ഒരു സ്വഭാവം എനിക്ക് നൽകണമേ എന്ന് നമ്മളങ്ങനെയുള്ളൊരു താഴ്മ നമ്മളിൽ ഉണ്ടായിട്ട് നാം നമ്മുടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുപറഞ്ഞ് ഹൃദയത്തെ താഴ്ത്തി അവർ പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അങ്ങനെ ദൈവസന്നിധിയെ തന്നെത്താൻ താഴ്ത്തി എവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നാം ചിന്തിച്ചാൽ നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്കൊട്ടും കാണാൻ കഴിയാത്തതായ ഒരു കാര്യമാണ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നാം കടന്നു വരിക, നാം ഇരുന്നങ്ങ് പ്രാർത്ഥന തുടങ്ങുകയാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി കുറവുകളും ബലഹീനതകളും തെറ്റുകളും ഒക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ആ തെറ്റുകളെയൊക്കെ നാം എന്തോ ചെയ്യണം? ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റു പറയാതെ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി ലഭിക്കത്തില്ല. ഇവിടെ നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിച്ചാൽ നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. നെഹമ്യാവിൻ്റെ ജീവിതത്തിലൊരു നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയുടെ വാചകങ്ങളാണ് നാം നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞ് യെരുശലേമിൽ പാർക്കുന്ന ജനം കഷ്ടത്തിലുമായി എന്ന് നെഹമ്യാവ് രാജകൊട്ടാരത്തിലിരുന്ന് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ഭാരമുണ്ടായി തീർവാനിടയായി തീർന്നു. യെരുശലേമിലുള്ള ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൽ ദുർമാർഗങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ജാതീയ രാജാക്കന്മാർ അവിടെ കടന്നു വന്ന് അവരുടെ രാജ്യത്തെ നശിപ്പിച്ച് അവിടെയുള്ള ജനങ്ങളെയെല്ലാം നല്ല ആൾക്കാരെല്ലാം പിടിച്ച് ആ രാജാക്കന്മാർ അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ആർക്കും വേണ്ടാത്ത കുറേ പാവം പിടിച്ച ആൾക്കാരോ ഉള്ള ആളുകൾ മാത്രം അവിടെ ശേഷിച്ചു. ആ ദേശത്തിൻ്റെ മതിലിടിഞ്ഞും പൊളിഞ്ഞും ജനം കഷ്ടതയിലായിരിക്കുന്നു എന്ന് രാജകൊട്ടാരത്തിലിരുന്ന് കേട്ട നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ടായി. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് താൻ എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പാപങ്ങൾ കടന്നു വരാറുണ്ട്. രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ, പകൽക്കാലം ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ കടന്നു വരാറുണ്ട്. വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഒക്കെ ഒത്തിരി തെറ്റ് വരാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ഏറ്റു പറയാതെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവസന്നിധിയിൽ എത്തുകയില്ല. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോഴും നാം നമ്മുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് നാം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അവൻ ആഗ്രഹിച്ചതുപോലെ ചെയ്യുവാൻ ദൈവം അവനെ ശക്തനാക്കി തീർത്തു. അതാണ് ദൈവവചനപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ്, നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് വാക്യങ്ങളും അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നിലവിളിയോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ. ഇവിടെ നാം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കൊരു രാജാവിനെ കാണാൻ കഴിയും. ഹിസ്കിയ രാജാവ്.
ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഹിസ്കിയ രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തയോടെ കൂടെ നിന്നതായ ഒരു രാജാവാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും ഒക്കെ പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഒരു രാജാവായിരുന്നു. എന്നാൽ ആ രാജാവിന് മരിക്കത്തക്കതായ ഒരു രോഗമുണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകൻ അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, നീ മരിച്ചു പോകും, നിന്റെ കാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തിക്കൊള്ളുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഹിസ്കിയ രാജാവിന് വലിയ ദുഃഖമുണ്ടായി. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എൻ്റെ ആയുസ്സിനെ നീട്ടിത്തരണമേ എന്ന്. അങ്ങനെ ദൈവത്തോട് വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു, നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കർത്താവ് കൂട്ടിക്കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. രോഗത്തിന് ദൈവം സൗഖ്യം വരുത്തി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ദൈവവചനപ്രകാരം ജീവിച്ചിട്ട് നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം നൽകി തരുവാനിടയായിത്തീരും. കാരണം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ്. നമ്മുടെ കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന കർത്താവാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും ഒരുപാട് വ്യക്തി ജീവിതങ്ങളുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി കൊടുത്ത ദൈവമാണ്. സ്തോത്രം. ഒത്തിരി രോഗികൾ കർത്താവിൻ്റെ മുൻപിൽ വന്നു, അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുത്തു. കരഞ്ഞുകൊണ്ട് ഒത്തിരി പേര് കടന്നു വന്നു. നമുക്കറിയാം, കരഞ്ഞുകൊണ്ടിരുന്നതായ ഹല്ലേലൂയ ആ മാർത്തയുടെയും മറിയയുടെയും വീടിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം കൊടുത്തു. ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. കണ്ണുനീര് കണ്ട് യേശു കർത്താവും അവിടെ കരഞ്ഞു. അങ്ങനെ യേശു കർത്താവ് കണ്ണുനീരിൻ്റെ മുമ്പിൽ മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല. നമ്മുടെ കണ്ണുനീരൊക്കെ കർത്താവ് എന്തുവാ ശ്രദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ പലപ്പോഴും നമ്മുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതിരുന്നാലും നമ്മുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നവനായ ഒരു ദൈവമാണ് നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യനൊക്കെ കണ്ണുനീര് കണ്ടാൽ കള്ള കണ്ണുനീരാണെന്നൊക്കെ പറഞ്ഞെന്തോ ചെയ്യും, തള്ളിക്കളയാറുണ്ട്. എന്നാലും നമ്മുടെ കർത്താവ് ഒരിക്കലും ദൈവസന്നിധിയിൽ ഇരുന്ന് നാം കണ്ണുനീരോടുകൂടെ നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം എന്തോ ചെയ്യത്തില്ല. നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തീർച്ചയായിട്ടും മറുപടി നൽകിത്തരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടും നിലവിളിയോടും കൂടെയൊക്കെ പ്രാർത്ഥിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും ആ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുവാൻ ഇടയായിത്തീരും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ യേശു കർത്താവിലും യേശുവിൻ്റെ വചനത്തിലും വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചാൽ നമുക്ക് കാണാം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. 2 കാര്യങ്ങളാണ് ഈ വചനത്തിൽ കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നിലും, നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. ഹല്ലേലൂയ. നമ്മളെങ്ങനെയാണ് ക്രിസ്തുവിൽ വസിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരണം? എങ്ങനെയാണ് നാം ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരുന്നത്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മെ തൻ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ. മാനവജാതി മുഴുവനും പാപികളാണ്. ആരും എന്തുവാ പാപത്തിൽ നിന്ന് രക്ഷ ഇല്ലാത്തവരല്ല. എല്ലാവരും, സകല മനുഷ്യരും, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതു ജാതി മതത്തിൽപ്പെട്ട വ്യക്തിയായാലും എല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ പിന്നെ നാം എന്തോ ചെയ്യുക? കണ്ടെത്തുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർമ്മങ്ങൾക്കോ നമ്മുടെ പ്രവൃത്തികൾക്കോ ഈ ലോകത്തിലെ ഒന്നിനും ഒരിക്കലും നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഹല്ലേലൂയ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. കാൽവരി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു യേശു ക്രിസ്തു. സ്വർഗത്തിൽ സകല മഹിമകളും സ്വർഗത്തിൽ വെച്ചിട്ട്
നമ്മെപ്പോലൊരു മനുഷ്യനായി അവൻ തീർന്ന് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ നമ്മെപ്പോലൊരു മനുഷ്യനായി തീർന്നിട്ട് യേശു കർത്താവ് നാം അനുഭവിക്കേണ്ട നാം ചെയ്ത പാപങ്ങളുടെ പരിഹാരം നാമാണ് അതിൻ്റെ ശിക്ഷ വഹിക്കേണ്ടത്. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച കാൽവറി ക്രൂശിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ ഒഴുക്കിയതായ ചോരയിലൂടെ മാത്രമേ നമുക്കൊരു വിടുതൽ പാപത്തിൽ നിന്നുള്ളൂ. കാരണം ബാക്കിയുള്ളതൊന്നും ഒരു കർമ്മത്തിനോ ഒരു ക്രിയയ്ക്കോ ഒരു പ്രവൃത്തിക്കോ ഒന്നിനും നമ്മെ പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയത്തില്ല. അതെല്ലാം ഈ ഭൂമിയിലുള്ളതാണ്. ഞാനും നിങ്ങളും മറ്റുള്ളവരും എല്ലാം ഭൂമിയിലുള്ളതെല്ലാം എന്തുവാ? പാപത്തിൻ്റെ അധീനതയിലുള്ളതാണ്. എന്നാൽ പാപമില്ലാത്ത പരിശുദ്ധനായ കർത്താവ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായ ദൈവത്തിൻ്റെ പുത്രൻ, ഹല്ലേലൂയ, പുത്രനായ ക്രിസ്തുവിൻ്റെ ചോരയിലൂടെ മാത്രമേ നമുക്കൊരു പാപത്തിനൊരു മോചനമുള്ളൂ. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ഓരോ വ്യക്തികളും വിശ്വസിക്കണം, യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് നാം വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നാം അത് വായ കൊണ്ട് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം പറയുമ്പോൾ കർത്താവ് ഹല്ലേലൂയ നമ്മെ രക്ഷിക്കും. നമ്മൾ കർത്താവിൻ്റെ മക്കളും അവകാശികളുമായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നാം കർത്താവിൽ ആയിത്തീരും. ദൈവത്തിൻ്റെ മോചനം ദൈവം നമ്മിലും ആയിത്തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു, രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. പിന്നെ ദൈവത്തിൻ്റെ വചനം ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. വെറുതെ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ പ്രിയ ദൈവമക്കളെ, ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മയോട് സംസാരിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം, ദൈവവചനം പറയുന്നത് പോലെ നാം ജീവിക്കണം. ദൈവവചനം അതിന് ഡെയിലി നാം വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം ക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എന്തോ ചെയ്യും? തീർച്ചയായിട്ടും മറുപടി തരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് 5 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നാം സ്തോത്രവും സ്തുതികളും നമ്മുടെ കർത്താവിന് അർപ്പിക്കണം. കാരണം നമ്മുടെ കർത്താവ് സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനാണ്. അവൻ മാത്രമേ സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനായിട്ടുള്ള പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിച്ച് ഹല്ലേലൂയ നാം പ്രാർത്ഥനയ്ക്കിരിക്കണം. സ്തോത്രം. രണ്ടാമത്, നാം താഴ്മയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കണം. നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നാം ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, ബലഹീനതകൾ, തെറ്റുകൾ, പാപങ്ങൾ, ദൈവത്തിന് ഹിതമല്ലാത്തതൊക്കെ നാം ഏറ്റുപറഞ്ഞ് നാം കർത്താവിനോട് ക്ഷമിക്കണമേ, ഞാൻ ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ ദൈവമേനോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കണം. നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നിലവിളിയോടുകൂടെ, കണ്ണുനീരോട് ഹിസ്കിയാവ് ദൈവത്തിന് നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്ക് മാത്രമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അവൻ മരിക്കാൻ കിടന്ന ഹിസ്കിയാവിനെ ദൈവം ജീവിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ്റെ നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും ഫലമായിട്ട് സ്തോത്രം അവന് ദൈവം 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുവാനിടയായി തീർന്നു. അടുത്തതായിട്ട് ഹല്ലേലൂയ നാം യേശു കർത്താവിൻ്റെ വചനം നമ്മിലും വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഒരുപാട് നാൾ നിങ്ങൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തവരായിരിക്കാം. നിങ്ങളങ്ങനെ അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ നിരാശകളിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാട്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഈ 5 കാര്യങ്ങളെ വെച്ച് നാം പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വൻ കാര്യം ചെയ്യുവാൻ ഇടയായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തീർച്ചയായിട്ടും മറുപടി തരുവാനിടയായിത്തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്നവർ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ദൈവം തന്ന ഉത്തരം തന്ന് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ജോയ്സ് ടി വി കാണുന്നവരാണ്,
കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ നിങ്ങൾ നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ ഈ മെസ്സേജുകളുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും ഭാരത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുന്നവരത് കേട്ട് അവരുടെ ഹൃദയത്തിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്താൽ നിങ്ങളും ഹാലലുയ ഞങ്ങളുടെ ഈ മിനിസ്റ്ററിയുടെ ഒരു ഭാഗമായി മാറുകയാണ്. സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് ഹാലലുയ ഞങ്ങളോടൊപ്പം പങ്കുചേരാം സുവിശേഷ വേലയിൽ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അതിനൊക്കെ ഒരുക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ഹാലലുയ ഒരു പ്രതിഫലം കർത്താവ് തരും. ഒരു ഗ്ലാസ് വെള്ളം യേശു കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ ചെറിയ നിങ്ങളുടെ വിരൽ ഹാലലുയ ഷെയർ ബട്ടണിലൊന്ന് അമർത്തി നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, അത് ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയാൽ അവർ ജീവനുള്ള ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നാൽ നിങ്ങൾക്കും സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ ഈ ചാനലിലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരും ഈ മെസ്സേജുകൾ കേൾക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയുവാൻ ആഗ്രഹമുള്ളവരും ഞങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം തീർച്ചയായിട്ടും ഞങ്ങൾ നൽകി തരുന്നതാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്മയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് ദൈവവചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. നമ്മുടെ സന്നിധാനത്ത് ഞങ്ങളെ തരുന്ന കർത്താവേ, അപ്പാ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകി തരുന്നതിനായി സ്തോത്രം കർത്താവേ. തിരുവചനം പറയുന്നത് പോലെ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും കേൾവിക്കാരെ കർത്താവ് അതിനായി ഒരുക്കണമേ. നാളുകളായി ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി, ഭവനത്തിൻ്റെ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർക്ക് കർത്താവ് ഇതിൻ പ്രകാരം പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവം അവരെ ഹല്ലേലൂയ അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തവരെ സഹായിച്ചാട്ട്. അതിലുപരി അവരാത്മികമായി ബലപ്പെടുവാൻ കർത്താവ് അവരെ സഹായിച്ചാട്ട്. എല്ലാ കേൾവിക്കാരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. സ്തോത്രം. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.